മൂന്നാറിൽ മണ്ണിടിച്ചിൽ. ദേശീയപാതയിലേക്കാണ് മണ്ണും കല്ലും ഇടിഞ്ഞു വീണത്. ഹെഡ് വർക്ക് ഡാമിന്റെ സമീപമാണ് സംഭവം. ഭാഗികമായി തടസ്സപ്പെട്ട ഗതാഗതം മണ്ണ് മാറ്റി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. സുബിനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സുബിൻ, എപ്പോഴാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത്? ഇപ്പോൾ ഗതാഗതം അവിടെ സുഗമമായി തുടരുന്നുണ്ടോ? നിലവിൽ ഈ മണ്ണിടിഞ്ഞ ഭാഗത്ത് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 5 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ ഈ ഹെഡ്വേർഡ്സ് ഡാമിന് സമീപം, മൂന്നാറിന് സമീപത്തെ ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. ദേശീയപാത നിർമ്മാണവുമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. വാളർ മുതൽ മൂന്നാർ വരെയാണ് നിലവിൽ ഇപ്പോൾ ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ ഏതാനും നാളുകളായി ഇവിടെ അപകട ഭീഷണി ഉയർത്തി വലിയ മൺകൂനുകൾ നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഈ ഹെഡ്വേർഡ്സ് ഡാമിന് സമീപത്തായാണ് വലിയ മണ്ണിടിച്ചിൽ സാധ്യതകളുള്ളത്. അവിടെയാണ് നിലവിൽ മണ്ണിടിച്ചിട്ടുള്ളതും. കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നും 1 കിലോമീറ്റർ മാറി മറ്റൊരു ഇന്നുണ്ടായ മണ്ണിടിച്ചിലിൽ റോഡ് പൂർണ്ണമായും അടച്ചിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കല്ലും മണ്ണും നീക്കി നിലവിൽ ഗതാഗതം അവിടെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. നിലവിൽ ഇടുക്കി ജില്ലയിൽ മഴ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി മേഖലയിൽ മണ്ണിടിയാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അവിടെ ആ റോഡിലൂടെ സഞ്ചരിക്കുന്ന വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ കടുത്ത ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. ഈ മണ്ണിടിച്ചിൽ ഉണ്ടായ സമയത്ത് വാഹനങ്ങളൊന്നും കടന്നു പോകാതിരുന്നതുകൊണ്ടാണ് വലിയ ഒരു അപകടം തന്നെ വഴിമാറിയതെന്ന് പറയാം. ഈ മണ്ണിടിച്ചിലിന് തൊട്ട് പിന്നാലെയാണ് ഒരു KSRTC അവിടെ എത്തുന്നത്. ഈ KSRTC ഡ്രൈവറാണ്, ജീവനക്കാരാണ് പോലീസിനെയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത്. അതോടൊപ്പം ഈ മഴ കനക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ കടുത്ത ജാഗ്രത, തൊഴിലാളികൾ ഉൾപ്പെടെ കടുത്ത ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. മൂന്നാറിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ.